Hello, this is Jerome Francis. Welcome to my YouTube channel. യൂത്ത് മൊബിലിറ്റി വിസ അല്ലെങ്കിൽ യങ് പ്രൊഫഷണൽ സ്കീം വിസ എന്ന് ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. യു കെയിൽ 2 വർഷം നമുക്ക് ഏതൊരു എംപ്ലോയറിൻ്റെ കീഴിലും വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വിസ പ്രോഗ്രാമാണിത്. ഇതേപ്പറ്റി ഞാൻ തന്നെ 2 പ്രാവശ്യം വീഡിയോ ചെയ്തിട്ടുണ്ട്. അവസാനം വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ നാട്ടിലെ കുറേ പേർക്ക് യു കെയിൽ വർക്ക് വിസ കിട്ടി. ഇന്ന് അവർ യു കെയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അവരാരും IELTS ചെയ്തിട്ടില്ല. അവരാരും ഒരു ഏജൻറ്റിനും ഭീമമായിട്ടുള്ള തുക സർവീസ് ചാർജ് കൊടുത്തിട്ടില്ല. അവരാകെ ചെയ്തത് സ്വന്തമായിട്ട് ഓൺലൈനിൽ അവരുടെ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ നിങ്ങൾക്കും ഇതേപോലെ ഈ ഒരു 2024 ഈ ഒരു യങ് പ്രൊഫഷണൽ സ്കീം വിസയ്ക്ക് അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് വിസ ലഭിക്കുകയാണെങ്കിൽ യു കെയിൽ 2 വർഷം ഏതൊരു എംപ്ലോയറിൻ്റെ കീഴിലും നിങ്ങൾക്ക് വർക്ക് ചെയ്യാനും പറ്റും. അപ്പോൾ എന്താണ് ഈ ഒരു യങ് പ്രൊഫഷണൽ സ്കീം വിസ? എന്താണ് ഇതിൻ്റെ ബെനിഫിറ്റ്? ആർക്കൊക്കെയാണ് ഈ ഒരു വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്? എപ്പോഴാണ്, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്? ഇതെല്ലാം നമുക്കൊന്നുകൂടെ ഈ ഒരു വീഡിയോയിൽ നോക്കാം. അപ്പോൾ എന്താണ് ഈ ഒരു യങ് പ്രൊഫഷണൽ സ്കീം വിസ നോക്കാം. യങ് പ്രൊഫഷണൽ സ്കീം എന്ന് പറയുന്നത് യൂത്ത് മൊബിലിറ്റി വിസയുടെ അണ്ടറിൽ വരുന്ന ഒരു സ്പെഷ്യൽ പ്രോഗ്രാമാണ്. അതായത് യൂത്ത് മൊബിലിറ്റി വിസയുടെ താഴെ വരുന്ന ഇന്ത്യൻസിന് മാത്രം അപ്ലൈ ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഇന്ത്യൻസിന് വേണ്ടി സെപ്പറേറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്പെഷ്യൽ പ്രോഗ്രാം. ഈ ഒരു പ്രോഗ്രാം വഴി നിങ്ങൾക്ക് യു കെയിൽ വർക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാം. വർക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പ്രത്യേക റിക്വയർമെൻറ്റുകളൊന്നുമില്ല. ഇപ്പോൾ സാധാരണ രീതിയിൽ യു കെയിൽ ഒരു വർക്ക് വിസ കിട്ടണമെങ്കിൽ IELTS ബേസിക് ആയിട്ട് അവർ പറയും. പക്ഷേ ഇവിടെ IELTS ഒന്നും വേണ്ട. ഇനി അതല്ല, നിങ്ങൾക്ക് ഒരു എംപ്ലോയറിൻ്റെ ജോബ് ഓഫർ വേണമെന്ന് പറയും. ഈ ഒരു വിസയ്ക്ക് അതിൻ്റെ ആവശ്യമില്ല. സോ വളരെ ലളിതമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന, വലിയ റിക്വയർമെൻറ്റ്സ് ഒന്നും ഇല്ലാത്ത ഒരു സ്പെഷ്യൽ വർക്ക് വിസ പ്രോഗ്രാമാണിത്. ഇതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ, ഈ ഒരു വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് ഒരു ഏജൻറ്റിൻ്റെയോ ഏജൻസിയുടെയോ സഹായം ആവശ്യമില്ല. നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോണിലൂടെയോ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. മോർ ദാൻ ദാറ്റ്, നിങ്ങൾക്ക് IELTS എടുക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു വർക്ക് വിസയ്ക്ക് വിത്തൗട്ട് IELTS നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതേപോലെ ഇതിന് ആർക്കൊക്കെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക? 18-നും 30-നും ഇടയിൽ പ്രായമുള്ള ആർക്ക് വേണമെങ്കിലും ഇതിന് അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് മിനിമം ഒരു ബാച്ചിലേഴ്സ് എഡ്യൂക്കേഷൻ ഉണ്ടായിരിക്കണം. വേറൊരു റിക്വയർമെൻറ്റ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ഒരു വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ കയ്യിലൊരു നിശ്ചിത എമൗണ്ട് സേവിങ്സ് ആയിട്ട് വേണം. അതായത് ഈ ഒരു സേവിങ്സ് എമൗണ്ട് എന്ന് പറയുന്നത്, നമുക്ക് ഈ ഒരു വിസ കിട്ടി നമ്മൾ യു കെയിൽ പോവുകയാണെങ്കിൽ നമ്മളുടെ താമസം, നമ്മളുടെ ഭക്ഷണം, നമ്മുടെ ചിലവുകൾ, അത് നമുക്ക് ഈ ഒരു എമൗണ്ടിൽ നിന്ന് കാണാനായിട്ട് അല്ലെങ്കിൽ നമുക്ക് എടുക്കാനായിട്ട് പറ്റും എന്ന് ഇമിഗ്രേഷനെ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ അതെത്രയാണെന്നുള്ളതും എല്ലാം ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാം. അപ്പോൾ ഈ ഒരു വിസയ്ക്ക് അപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആക്ച്വലി ഇതിന് 2 സ്റ്റെപ്പ് ഉണ്ട്. സാധാരണ എപ്പോഴും നമ്മളൊരു വിസയ്ക്ക് അപ്ലൈ ചെയ്യുക, നേരെ വിസയ്ക്ക് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ ഇത് ഒരു സ്പെഷ്യൽ പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ ഇതൊരു ബാലറ്റ് രീതിയിലാണ് ആദ്യം തുടങ്ങുന്നത്. അതായത് ഒരു നറുക്കെടുപ്പിലൂടെയാണ് തുടങ്ങുന്നത്. ഇന്ത്യക്കാർക്ക് ആർക്ക് വേണമെങ്കിലും ഈ ഒരു ബാലറ്റിൽ പങ്കെടുക്കാം. പങ്കെടുത്ത് നിങ്ങൾക്ക് നറുക്കെടുപ്പിലൂടെ വിജയികളാവുകയാണെങ്കിൽ 3000 പേർക്ക്, നറുക്കെടുപ്പിലൂടെ വിജയികളാവുന്ന 3000 പേർക്ക് ഈ ഒരു വിസയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ആദ്യം അപ്ലൈ ചെയ്യുന്നത് ഇതിൻ്റെ നറുക്കെടുപ്പിന് വേണ്ടിയിട്ടാണ്. സോ നറുക്കെടുപ്പിൽ വിജയികളായ ആൾക്കാർക്ക് ഈ ഒരു വിസയ്ക്ക് അപ്ലൈ ചെയ്യാം. സോ 2 സ്റ്റേജാണുള്ളത്. ഇനി ഈ ഒരു നറുക്കെടുപ്പിൽ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് ഇന്ന് മുതൽ, അതായത് 20 ഫെബ്രുവരി 2024 ഉച്ചയ്ക്ക് 2:30 മുതൽ ഇതിൽ ഓൺലൈനായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ടുള്ള അവസരമുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ പോയി കഴിഞ്ഞാൽ അതിന് അപ്ലൈ ചെയ്യാനായിട്ടുള്ള ലിങ്ക് കാണാനായിട്ട് പറ്റും. നിങ്ങളിപ്പോൾ ചാടിക്കയറി അതിനകത്തേക്ക് പോകരുത്, ഈ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണുക. കാരണം കുറച്ച് റിക്വയർമെൻറ്റ്സ് അഡീഷണൽ ആയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം ഈ ഒരു വിസയ്ക്ക് അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ അപ്ലൈ ചെയ്യാതിരിക്കുക. കാരണം അറ്റ് ദ എൻഡ് നിങ്ങൾക്ക് നറുക്കെടുപ്പിലൂടെ വിജയികളായാലും ഈ ഒരു വിസയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റാതെ വരും. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളത് ആദ്യം തന്നെ നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ പ്രായം 18-നും 30-നും ഇടയിലായിരിക്കുക. നിങ്ങളൊരു ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. നമ്മളെല്ലാവരും ആണ്, അതുകൊണ്ട് കുഴപ്പമില്ല. രണ്ടാമതൊരു കാര്യം, നിങ്ങൾക്കൊരു ബാച്ചിലേഴ്സ് എഡ്യൂക്കേഷൻ എങ്കിലും ഇപ്പോൾ ഉണ്ടായിരിക്കണം. ഇനി ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് ഇന്ന ദിവസം കഴിയും, അങ്ങനെയുള്ളവർ വേണ്ട. നമുക്ക് ഇപ്പോൾ പഠിച്ച് നിങ്ങളുടെ കയ്യിൽ സർട്ടിഫിക്കറ്റും എല്ലാ കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങളിതിൽ എലിജിബിളാണ്. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ കയ്യിലൊരു എമൗണ്ട്, കുറച്ച് നാളുകളായിട്ട് നിങ്ങളുടെ കയ്യിലൊരു എമൗണ്ട് ഫിക്സ്ഡ് ആയിട്ട് ഉണ്ടായിരിക്കണം. അതായത് ഒരു 2530 പൗണ്ട്, ഏകദേശം 2,65,000 രൂപ കഴിഞ്ഞ 28 ദിവസമായിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ ഉണ്ടായിരിക്കണം. ഇനി ചില ആൾക്കാർ ചോദിക്കും, എൻ്റെ പേരിൽ പറമ്പുണ്ട്, എൻ്റെ പേരിൽ ഗോൾഡ് ഉണ്ട്, എൻ്റെ പേരിൽ ചിട്ടിയുണ്ട്, അതൊക്കെ പറ്റുമെന്ന്. പറ്റില്ല. നിങ്ങളുടെ കയ്യിൽ ഒരു ലിക്വിഡ് എമൗണ്ട്, അതായത് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എടുക്കാൻ പറ്റുന്ന ലിക്വിഡ് ആയിട്ടുള്ള ഒരു എമൗണ്ട് നിങ്ങളുടെ FDയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ സേവിങ്സിലോ വേണം. ഈ ഒരു എമൗണ്ട് നിങ്ങൾ ഇന്നാണ് വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് ബാലറ്റിന് അപ്ലൈ ചെയ്യല്ല ഞാൻ പറയുന്നത്, വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നത് സെക്കൻഡ് സ്റ്റേജ്, വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്ന ദിവസം മുതൽ പുറകോട്ടുള്ള 31 ദിവസത്തിൽ 28 ദിവസമെങ്കിലും ഈ ഒരു എമൗണ്ട് നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. ഇത് പ്രത്യേകം പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില ആൾക്കാർ പറയും, കഴിഞ്ഞ മാസത്തിൻ്റെ മുന്നത്തെ മാസം എൻ്റെ കയ്യിൽ ഈ ഒരു എമൗണ്ട് ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇല്ല, പക്ഷേ ഞാനിപ്പോൾ വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നു. അങ്ങനെ പറ്റില്ല. പക്ഷേ ഇത് വളരെ എളുപ്പമാണ്. കാരണം നിങ്ങൾക്ക് ഇപ്പോൾ
ഈ ബാലറ്റിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എവിടെന്നെങ്കിലും ഈ ഒരു എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്ത് നിങ്ങളുടെ കയ്യിൽ കീപ്പ് ചെയ്യുക. കാരണം ഈ ബാലറ്റ് ഇതിൻ്റെ റിസൾട്ട് വന്ന് നിങ്ങൾ വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്ന സമയമാകുമ്പോഴേക്കും നിങ്ങൾക്ക് ഇനഫ് ടൈം കിട്ടും. ആ ഒരു ടൈമിൽ നിങ്ങളുടെ കയ്യിൽ ഒരു എമൗണ്ട് ഉണ്ടെന്നുള്ളത് കാണിച്ചാൽ മതി. സോ ഇത് വലിയൊരു പ്രശ്നമല്ല. പിന്നെ വേറെ ഒരു റിക്വയർമെൻ്റ് ഉള്ളത്, അപ്ലൈ ചെയ്യുന്ന ആൾക്ക് 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ ആരും ഉണ്ടാവരുത്. അതായത് നിങ്ങൾ യു കെയിലേക്ക് പോയി കഴിഞ്ഞാൽ നാട്ടിൽ അവരുടെ കാര്യം ഒറ്റപ്പെട്ടു പോകും, അല്ലെങ്കിൽ അവരുടെ കാര്യം ചെയ്യാനായിട്ട് ആരും ഉണ്ടാവില്ല. അങ്ങനെ ഒരു സിറ്റുവേഷനുള്ള ആൾക്കാർ ഇതിന് അപ്ലൈ ചെയ്യരുത്. അപ്പോൾ ഇതാണ് ബേസിക് ആയിട്ടുള്ള ഒരു റിക്വയർമെൻ്റ് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്കിപ്പോൾ എല്ലാവർക്കും അറിയാനായിട്ട് ആഗ്രഹം ഉണ്ടാകും, ഇതിന് ടോട്ടൽ എത്ര രൂപ നമുക്ക് എക്സ്പെൻസ് വരും. ഞാനിപ്പോൾ തന്നെ പറഞ്ഞു, ഒരു 2530 പൗണ്ട്സ് നമുക്ക് ആദ്യം തന്നെ നമ്മുടെ അക്കൗണ്ടിൽ കാണിക്കണം. അതിന് പുറമെ നമുക്ക് വിസ എടുക്കാനായിട്ട് ഒരു 298 പൗണ്ട് നമ്മുടെ കയ്യിൽ വേണം. അതിനും പുറമെ നമുക്ക് ഹെൽത്ത് കെയർ സർചാർജ് എന്നുള്ള രീതിയിൽ ഒരു 1550 പൗണ്ടിനടുത്ത് നമുക്ക് അങ്ങനെ ഒരു എക്സ്പെൻസും വരുന്നുണ്ട്. സോ ഇതൊക്കെ ബേസിക് ആയിട്ട് നമ്മൾ ഗവൺമെൻറ്റിന് കൊടുക്കുന്ന ഫീസ് ഇനത്തിൽ വരുന്ന എക്സ്പെൻസാണ്. നമ്മൾ ഏജൻസിക്കോ ഒന്നും കൊടുക്കുന്നില്ല. ഇതൊക്കെയാണ് നമുക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യേണ്ട സമയത്ത് വരുന്ന എക്സ്പെൻസ്. ഈ ഒരു ബാലറ്റിന് അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് 1 രൂപ പോലും ചിലവാക്കേണ്ട കാര്യമില്ല. ഇത് സൗജന്യമായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യാനായിട്ട് ഇന്ന് മുതൽ, അതായത് ഇന്ന് 20 ഫെബ്രുവരി 2024 ഉച്ചയ്ക്ക് 2:30 മണി മുതൽ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈമിൽ നിങ്ങൾക്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുള്ള ലിങ്കിൽ ഇതിന് അപ്ലൈ ചെയ്യാനായിട്ടുള്ള ഒരു ബട്ടൺ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ആ ബട്ടണിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുക. നിങ്ങളുടെ പാസ്പോർട്ട് ഡീറ്റെയിൽസ്, നിങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ്, അതിൻ്റെ പോലെ തന്നെ നിങ്ങളുടെ ബർത്ത് ഡേറ്റ്, നിങ്ങളുടെ പേര്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതെല്ലാം അതിനകത്ത് ഫില്ല് ചെയ്യുക. നിങ്ങൾ ഫില്ല് ചെയ്ത് ആപ്ലിക്കേഷൻ ഫയൽ ചെയ്തതിന് ശേഷം നിങ്ങൾ നറുക്കെടുപ്പിൽ വിജയികളാവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇമെയിലിൽ ഒരു 2 ആഴ്ചയ്ക്കുള്ളിൽ നിങ്ങൾക്ക് ഇമെയിലിൽ ഇതിൻ്റെ റിസൾട്ട് വരും. നിങ്ങൾ സെലക്ട് ചെയ്യപ്പെട്ടു എന്നാണ് ആ ഒരു ഇമെയിലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വിസയ്ക്ക് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യാനായിട്ട് ആ ഒരു ടൈമിൽ നിങ്ങൾ ഈ എക്സ്പെൻസുകളെല്ലാം കാണിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ കുറേ നാൾ മുന്നേ ഇങ്ങനെ ഒരു കാര്യം വരാൻ പോകുന്നു എന്ന് പറഞ്ഞ് ഞാൻ വീഡിയോ ചെയ്തു. അതിനുശേഷം ഈ ഒരു കാര്യം വന്നു കഴിഞ്ഞപ്പോൾ ഇതിന് അപ്ലൈ ചെയ്യാൻ പറഞ്ഞ് ഞാൻ വീഡിയോ ചെയ്തു. അന്ന് കുറേ പേര് ഈ ഒരു വിസയ്ക്ക് അപ്ലൈ ചെയ്ത് അവർക്ക് ഇൻവിറ്റേഷൻ കിട്ടി. ഞങ്ങളെല്ലാവരും ഒരു ടെലിഗ്രാം ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് പരസ്പരം ചോദിച്ചും അറിഞ്ഞും ഈ ഒരു വിസയ്ക്ക് അപ്ലൈ ചെയ്ത് ഇന്ന് എല്ലാവരും യു കെയിലുണ്ട്. സോ ഈ വീഡിയോ നിങ്ങൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ, ആ ഒരു രീതിയിൽ യങ് പ്രൊഫഷണൽ സ്കീം വിസയിൽ ഇന്ന് യു കെയിലെത്തിയ ആരെങ്കിലും ഇപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യുക. കാരണം ഈ ഒരു വിസയ്ക്ക് ഇപ്പോൾ അപ്ലൈ ചെയ്യാൻ നിൽക്കുന്ന ആൾക്കാർക്ക് അത് വലിയൊരു പ്രചോദനമായിരിക്കും. എങ്ങനെയാണ് നിങ്ങൾക്ക് അവിടെ ജോലി കിട്ടിയത്, അല്ലെങ്കിൽ എത്രത്തോളം ഡിഫിക്കൽട്ടായിരുന്നു നിങ്ങൾക്ക് ഒരു ജോലി കണ്ടുപിടിക്കാൻ, എല്ലാ കാര്യങ്ങളും ഇവിടെ ഷെയർ ചെയ്യുക. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇപ്പോൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഇപ്പോൾ തന്നെ എൻ്റെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് ഓപ്പൺ ചെയ്യുക. നിങ്ങൾക്ക് 22 ഫെബ്രുവരി 2024 വരെ ഈ ഒരു ബാലറ്റിന്, ഈ ഒരു നറുക്കെടുപ്പിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. പ്രത്യേകം ശ്രദ്ധിക്കുക, 20 ഫെബ്രുവരി 2024 മുതൽ 22 ഫെബ്രുവരി 2024 വരെ, അതായത് 48 മണിക്കൂർ നേരത്തേക്കാണ് ഈ ഒരു ബാലറ്റിന് അപ്ലൈ ചെയ്യാനായിട്ടുള്ള അവസരം നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക. ഈ ബാലറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സെക്കൻഡ് സ്റ്റേജിൽ വരുന്ന വിസയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ടുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല. ബാലറ്റാണ് ഇതിനകത്ത് ഫസ്റ്റ് പ്രയോറിറ്റി, അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സോ നിങ്ങളെല്ലാവരും അപ്ലൈ ചെയ്യുക. നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഈ ഒരു 3000 പേരിൽ, നറുക്കെടുപ്പിലൂടെ അവർ കൊടുക്കാൻ പോകുന്നത് 3000 പേർക്കാണ്. ഈ 3000 പേരിൽ ചിലപ്പോൾ നിങ്ങൾ സെലക്ട് ആവും. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ വീഡിയോ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതേപോലെ ഈ ഒരു വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ യു കെയിൽ പോകാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും നിങ്ങളുടെ സുഹൃത്തുക്കളുടെ ഇടയിലുണ്ടാവും, അവർക്ക് ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും അയച്ചു കൊടുക്കുക. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഇനിയും കാണാം. അതുവരയ്ക്കും ബൈ.